നമസ്കാരം. പൊതു തിരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പിന്റെ അവസാന ദിവസമാണ് ജൂൺ 1. രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 10 വർഷമായി രാജ്യത്തിനെ പുരോഗതിയിലേക്കും നേട്ടങ്ങളിലേക്കും നയിച്ച് അന്താരാഷ്ട്ര തലങ്ങളിൽ ഇന്ത്യ എന്ന രാജ്യത്തിന് സമസ്ത മേഖലകളിലും നേട്ടം കൊണ്ടുവന്ന ഭരണം വേണമോ എന്ന് തീരുമാനിക്കുവാനുള്ള തിരഞ്ഞെടുപ്പ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നു. സർക്കാർ ചെയ്ത വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള ഒരു ബോധ്യം ജനങ്ങൾക്കുമുണ്ടോ എന്ന് വിലയിരുത്തുന്ന ദിവസം. മറുപുറത്ത് ആദർശപരമായി പുലബന്ധം പോലുമില്ലാത്ത പാർട്ടികൾ ചേർന്നുണ്ടാക്കിയ മുന്നണി ഇപ്പോഴുള്ള ഭരണകക്ഷിയെ തോൽപ്പിക്കാൻ മാത്രമായുള്ള അജണ്ട മാത്രം മുൻനിർത്തി മത്സരത്തിനിറങ്ങുമ്പോൾ എവിടെ വോട്ട് ചെയ്യണമെന്ന് ജനത്തിന് വ്യക്തമായി അറിയാം. ഭരണത്തിലെത്തിയാൽ എന്ത് ചെയ്യുവാനാണ് അവർ ഉദ്ദേശിക്കുന്നത്? അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞ പോലെ സകലതും സൗജന്യമാക്കും എന്നാണോ? സൗജന്യ വാഗ്ദാനങ്ങൾക്ക് ശേഷം അതിൽ വരുന്ന വൻ സാമ്പത്തിക ബാധ്യത നികത്തുവാൻ കടമെടുപ്പും പണയം വയ്ക്കലും മൂലം സാമ്പത്തികമായി തകർന്നുപോയ സർക്കാരുകൾ ഇവർക്ക് മാതൃകയാകേണ്ടതാണ്. എന്തായിരുന്നു പ്രതിപക്ഷം ജനസമക്ഷം ഉയർത്തേണ്ടിയിരുന്ന വാഗ്ദാനങ്ങൾ? രാജ്യത്തിലെ വികസന പദ്ധതികൾ നടപ്പാക്കാൻ നരേന്ദ്രമോദിക്ക് മാത്രമല്ല തങ്ങൾക്കും കഴിയുമെന്നും ഉത്തരവാദിത്വത്തോടെ ചെയ്യുവാൻ പ്രതിപക്ഷ മുന്നണിക്ക് ആർജവം ഉണ്ടെന്നുമുള്ള സന്ദേശം നൽകുവാനോ പാലിക്കുവാനോ അവർക്ക് കഴിഞ്ഞുവോ? അവരുടെ പ്രകടന പത്രികയിൽ അങ്ങനെ എന്തെങ്കിലും പ്രതിപാദിക്കേണ്ടതായിരുന്നില്ലേ? ആരോഗ്യം, തൊഴിൽ, റോഡ്, റെയിൽ, വിമാന ഗതാഗതം തുടങ്ങിയവയിലെ ചടുലമായ മുന്നേറ്റം കണ്ടും നയതന്ത്ര ബന്ധങ്ങളുടെ കെട്ടുറപ്പിലും 5 ട്രില്യണിലേക്ക് കുതിക്കുന്ന സമ്പദ് വ്യവസ്ഥയും പരിചിതമായ ജനങ്ങളെ വെറും പൊള്ളയായ ആരോപണങ്ങൾ കൊണ്ട് മാത്രം നേരിടാമെന്ന അബദ്ധധാരണ വച്ചു പുലർത്തിയ പ്രതിപക്ഷമാണ് യഥാർത്ഥത്തിൽ അവരുടെ അവസരങ്ങൾ ഇല്ലാതെയാക്കിയത്. ഭീകരവാദത്തിനെതിരെ രാജ്യം നടത്തിയ ശക്തമായ നീക്കങ്ങളും നിലപാടും ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. 1970കളിൽ പരിഷ്കാരികളായി അറിയപ്പെടുന്ന ഇറാൻ എന്ന രാജ്യത്തിനെ ആദ്യം മതവും പിന്നീട് ഭീകരവാദവും കൈപ്പിടിയിലാക്കുമ്പോൾ ആ രാജ്യത്തിന് നഷ്ടമായത് അതിൻ്റെ ആത്മാവിനെ തന്നെയാണ്. 2047 ഇന്ത്യയെ ഇസ്ലാമവൽക്കരിക്കുമെന്ന് അഹങ്കരിക്കുന്നവരുടെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന രാഷ്ട്രീയക്കാരെ വേണോ, മറിച്ച് അത്തരം ഭീകരവാദികളെ നിർദാക്ഷിണ്യം തുറങ്കലിലടയ്ക്കുന്ന രാഷ്ട്രീയ നേതൃത്വം വേണോ എന്ന് ഇന്ത്യ എന്ന രാജ്യത്തിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. ജയ് ഹിന്ദ്.